ദൈവം നമ്മളെ നടത്തിയ വഴികളും വിധങ്ങളും ഒരിക്കലും മറക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകരുത്. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഒരു ഹെഡ് വെയ്റ്റും നമുക്കുണ്ടാകരുത്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. കർത്താവ് ഇന്ന് രാവിലെ നമ്മളോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ ആത്മാവിൽ ഇച്ചിരി മുന്നോട്ട് പോയി കഴിയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതമായിത്തീരും. ഒന്ന്, മാനുഷികമായിട്ട് ചില കാര്യങ്ങളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെച്ച് ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകലും. രണ്ട്, ദൈവത്തിങ്കിലേക്ക് നമ്മൾ അടുത്ത് കൂടുതൽ നമ്മൾ താഴ്മയുള്ളവരാകും. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം 2 ശമൂവേൽ 6:20 ദാവീദ് മീഖളിനോട്, യഹോവയുടെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായി നിയമിക്കാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗ്രഹത്തിലുപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതേ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. നോക്കിയേ, 2 വ്യക്തികളെ നമുക്കവിടെ കാണാൻ കഴിയും. ഒന്ന്, ദാവീദ് രാജാവ് ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കി ദൈവം ആ പദവിയിൽ കൊണ്ടുവന്ന ദാവീദ് രാജാവ്. 2, ഒന്നാമത്തെ രാജാവായിരുന്ന ശൗലിൻ്റെ മകൾ മീഖൾ. 2 പേരും ഉന്നതമായൊരു പദവിയിലായിരിക്കുന്നത്. പക്ഷേ ആ പദവി തലയ്ക്ക് പിടിച്ച ഒരാളാണ് മീഖൾ. മീഖൾ നോക്കുമ്പോൾ ദാവീദ് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുകയാണ്, തുള്ളിച്ചാടുക. തൻ്റെ പദവി മറന്ന്, തൻ്റെ സ്ഥാനം മറന്ന്, തൻ്റെ മാന്യതയെല്ലാം വിട്ടിട്ട് അവൾ നോക്കുമ്പോൾ, അവൾ ജഡികമായിട്ട്, ബുദ്ധിപരമായിട്ട്, ലോകപരമായിട്ട് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നത്. പക്ഷേ ദാവീദിനറിയാം, ഞാൻ ഈ തുള്ളിച്ചാടുമ്പോൾ, ഞാൻ ഈ നൃത്തം ചെയ്യുമ്പോൾ എൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുകയാണ്. പ്രിയ ദൈവമക്കളെ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, അവരുടെ ശൈലികളെ ഞാൻ നിങ്ങൾ വിലയിരുത്തരുത് കേട്ടോ. ബുദ്ധി ഞാൻ നിങ്ങൾ അതിനെ അളക്കരുത് കേട്ടോ, കളിയാക്കരുത് കേട്ടോ. ഇത് ദൈവത്തിന് വേദന ഉണ്ടാക്കുന്നതാണ്, പരിശുദ്ധാത്മാവിനെ മുറിവേൽപ്പിക്കുന്നതാണ്. ഒരഭിപ്രായം അതിനകത്ത് പറയാൻ നമ്മൾ ആളല്ല. ഇവിടെ മീഖൾ കിളിവാതുക്കലൂടെ നോക്കുകയാണ്. കഴുതയെ തിരക്കി പോയ ഒരാളെ പിടിച്ച് അഭിഷേകം ചെയ്ത് രാജാവാക്കി. അവൻ്റെ മകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാമായി കഴിഞ്ഞപ്പോൾ ആ പ്രത്യേക സുഖലോലുപതയിൽ സന്തോഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ ദാവീദ് നൃത്തം ചെയ്യുന്നത് കണ്ട് ഉള്ളിൽ അവനെ നിന്ദിക്കുവാനിടയായിത്തീർന്നു, ഉള്ളിൽ അവനെ പരിഹസിക്കാനിടയായിത്തീർന്നു. ദാവീദ് ആരാധന കഴിഞ്ഞു വന്നപ്പോൾ അവനെ കളിയാക്കാൻ, പരിഹസിക്കാൻ, ആ പദം 20 വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഇന്ന് തൻ്റെ ദാസന്മാരുടെ ദാസികൾ കാണുകെ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്നെത്ര മഹത്വമുള്ളവരെന്ന് പറഞ്ഞു. കളിയാക്കുന്ന വാക്കുകളാണ്. നമ്മളൊരു അടി അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേദന മാറും. പക്ഷേ മുറിവേൽക്കുന്ന വാക്കുകൾ, മുറിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും മാറത്തില്ല കേട്ടോ. പക്ഷെ ദാവീദ് ആ വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് കണ്ടോ? ഞാൻ ഇതിലും അധികം ആരാധിക്കും. നീ എന്നെ എത്ര കളിയാക്കിയാലും ശരി. നോക്കിയേ ആ പദം 22 വാക്യം, ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. കണ്ടോ? ഞാനത് ആ പ്രാരംഭത്തിൽ പറഞ്ഞ്, നമ്മൾ ദൈവകൃപയിൽ വരുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയി എന്നുള്ളൊരു കാഴ്ചപ്പാടും ഒരു തെറ്റായിട്ടുള്ള ഒരു ഹെഡ് വെയ്റ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ പോയി. ഇല്ല, ഞാനൊന്നും ആയിട്ടില്ല കർത്താവേ, ഞാനൊന്നും ആയിട്ടില്ല. ഇനി ഇതിലും അധികം താഴ്മയുള്ളവനാകും, ഇതിലും അധികം ഞാൻ എളിമയുള്ളവനായി. അങ്ങനെ നമ്മൾ ആയിരിക്കുമ്പോഴുണ്ടല്ലോ ദൈവസ്നേഹം കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കൂടുതൽ ശ്രവിക്കാൻ കഴിയും. എളിയവരോട് പോലും നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഹെഡ് വെയ്റ്റ് ഉണ്ടാകരുത് കേട്ടോ, സ്പിരിച്വൽ ഹെഡ് വെയ്റ്റ് ഉണ്ടാവരുത്. നോക്കിയേ ഭാഗം നിങ്ങൾ നോക്കിയേ. എന്നാൽ ശൗലിൻ്റെ മകളായ മീഖളിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല. അയ്യോ, കണ്ടോ? ദൈവം അവിടെ തലമുറ അടച്ചു. മക്കൾ
യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം, അവൻ തരുന്ന പ്രതിഫലം. തലമുറ ഉണ്ടായില്ല, അടുത്തൊരു തലമുറ ജനിച്ചില്ല, അവൾക്ക് അമ്മയാകാൻ പറ്റിയില്ല. ജീസസ്. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട്, ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിഹാസത്തിൻ്റെയോ ഒരു കളിയാക്കലിൻ്റെയോ ഒരു മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതായോ വാക്കുകൾ വരാൻ പാടില്ല. ഇന്നലകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പാ ക്ഷമിക്കണേ. ദൈവത്തെ കളിയാക്കുന്ന തുല്യമാണ്, ദൈവത്തെ കളിയാക്കുന്ന തുല്യമാണ്. അത് മറക്കരുത്. അവരെ ആയിരിക്കാം പറയുന്നത്, ദാവീദിനെ ആയിരിക്കാം പറയുന്നത്. പക്ഷെ വിഷയം ദൈവം ഏറ്റെടുക്കും. മോശ അഹരോനെയാണ് മത്സരിച്ച, മോശയുടെ അഹരോൻ്റെ നേരെയാണ് മത്സരിച്ച വിഷയം ദൈവം ഏറ്റെടുത്തു. ഉണ്ടോ? മിരിയാമിൻ്റെ ഹാലലുയ കുഷ്ഠം പൊങ്ങിയ നമുക്കറിയാം. ഹാലലുയ ജീസസ്. ഇന്ന് രാവിലെ ഈ സന്ദേശം നമ്മളെ ചില മേഖലകളിൽ തിരുത്തുവാൻ പര്യാപ്തമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചില ഇടങ്ങളിലേക്ക് ഒന്നുകൂടെ ഹാലലൂയ നമ്മളെ തന്നെ വിലയിരുത്തി മാനസാന്തരപ്പെടുവാൻ മുഖാന്തരമായി. ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളെ കറക്റ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ ഓരോ ദിവസവും പരിശുദ്ധാത്മ നൽകി തന്നുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങളെ മാത്രമല്ല, നമ്മളെ മാത്രമല്ല, എന്നെയും കൂടെയാണ്. കർത്താവ് എന്നോടുകൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. യെസ്, കൂടുതൽ ഹമ്പിളാകാം കർത്താവേ എന്നുള്ള പ്രാർത്ഥനയോടെ, ഒരു സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായി ഹൃദയമായി ഞങ്ങളോട് അറിയിച്ചത് ഈ ശബ്ദത്തിനായിട്ട് സ്തോത്രം. അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചത്. എൻ്റെ ആത്മ എത്ര കൃത്യമായിട്ടാണ് ഞങ്ങളോട് ഓരോ ദിവസവും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദിയപ്പ, ഈ വചനം ഞങ്ങളെ കേൾപ്പിച്ചത്. ഈ വചനത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് എളിയവനെ സമർപ്പിക്കുകയാണ്. ഏതെങ്കിലും ദാവീദുമാർ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ കൂടുതൽ എളിയവനായിരിക്കുമെന്ന് പറഞ്ഞ് ആരെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സമർപ്പണത്തെ അവിടുന്ന് അംഗീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായിട്ട് ഒരു ദൈവപ്രവൃത്തി കാണും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.